Students, welcome to Standard 10 Biology class. നമ്മൾ ഫസ്റ്റ് ലെസൺ വീഡിയോസ് എല്ലാം തീർത്തു. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് സെക്കൻഡ് ലെസണിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇമ്പൾസ് ബ്രെയിനിലെത്തി അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിലെത്തി നെർവസ് സിസ്റ്റം തിരിച്ചു കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ച് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു. അത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണ് പഠിച്ചത്. സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് വിൻഡോസ് ഓഫ് നോളജ്, അറിവിന്റെ വാതായനങ്ങൾ എന്നാണ്. വി നോ ദാറ്റ് അവർ സെൻസ് ഓർഗൻസ് ഹെൽപ്പ് us to know the surroundings. These sense organs have receptors in them, and the number of receptors is different in different organisms in the sense organs. Sense organsile ഈ റിസപ്റ്റേഴ്സിന്റെ എണ്ണം എല്ലാ ജീവികളിലും ഒരേപോലെയല്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഡോഗ്സ്, പട്ടികളെ ഈ മണം പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോഗ്സിന്റെ നോസിലുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ എണ്ണം മനുഷ്യരിലുള്ള എണ്ണത്തിനേക്കാൾ കൂടുതലാണ്. അപ്പം ഈ റിസപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ സെൻസ് ഓർഗന്റെയും എഫിഷ്യൻസി കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്. ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താൻ നമ്മൾ ഡോഗ്സിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് കാണുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടും അത് തന്നെയാണ്. പിന്നെ ഈ സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സും ആ റിസപ്റ്റേഴ്സിന്റെ സ്ട്രക്ചറും അത് എങ്ങനെയാണ് ഓരോ ഓർഗനെയും അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നും ആണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിഫറെന്റ് റിസപ്റ്റേഴ്സ് റിസീവ് ഡിഫറെന്റ് സ്റ്റിമുലൈ. ദ സെൻസ് ഓർഗൻസ് ഐസ്, നോസ്, ഇയേഴ്സ്, ടങ് ആൻഡ് സ്കിൻ. ഈ 5 ഓർഗൻസിനെ കുറിച്ചും നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുണ്ട്. ഇതില് ഫസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ഐ ആണ്. ഐയുടെ പ്രൊട്ടക്ഷൻ, അതിന്റെ സ്ട്രക്ചർ, ഓരോ പാർട്സിന്റെയും ഫങ്ഷൻസ്, ഇത്രയുമാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് സെൻസ് ഓർഗൻസിലെ ഡിഫറെന്റ് ടൈപ്പ് റിസപ്റ്റേഴ്സും അത് റിസീവ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റിമുലയുമാണ് നമ്മൾ പഠിച്ചു. ഇവിടെ സെൻസ് ഓർഗൻസും റിസപ്റ്റേഴ്സ് അത് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലൈ ഇത് കാണിക്കുന്ന ഒരു ടേബിൾ ആണുള്ളത്. അതിൽ ഐ, ഫോട്ടോ റിസപ്റ്റേഴ്സ് റിസീവിങ് ദ സ്റ്റിമുലസ് ലൈറ്റ്. ഫോട്ടോ മീനിങ് ലൈറ്റ്, ലൈറ്റിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ദെൻ ഇയർ, ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, കേൾക്കാനുള്ള, അതായത് സൗണ്ട് ആണ് ഇവിടെ സ്റ്റിമുലസ്, സൗണ്ടിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ടങ്, ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, രുചി അറിയാൻ, ഡിഫറെന്റ് ടൈപ്പ് ടേസ്റ്റ് ഉണ്ട്, അത് റിസീവ് ചെയ്യാൻ ടങ്ങില് റിസപ്റ്റേഴ്സ് ആർ ദെയർ, ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ആർ ദെയർ. സ്കിൻ, ടാക്ടൈൽ റിസപ്റ്റേഴ്സ്, ഇത് ഡിഫറെന്റ് സ്റ്റിമുലൈ അവിടെ റിസീവ് ചെയ്യാൻ സാധിക്കും. ടച്ച്, പെയിൻ, പ്രഷർ, ടെമ്പറേച്ചർ, കോൾഡ്, ഇതൊക്കെ റിസീവ് ചെയ്യാൻ സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോസ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, മണം അറിയുന്നതിന്. ഇത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് റിസീവ് ദ സ്റ്റിമുലസ് സ്മെൽ. ഇനി നമുക്ക് ഈ ഓരോ സെൻസ് ഓർഗൻസിനെയും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അപ്പം ഫസ്റ്റ് വൺ ഈസ് ഐ. ഐ ഈസ് ദ മേജർ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് ദ ബ്രെയിൻ ടു ഇവോക്ക് സെൻസേഷൻസ്. സെൻസേഷൻസ് ഉണ്ടാകാൻ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേജർ സെൻസ് ഓർഗനാണ് ഐ. നമുക്ക് ആദ്യമേ തന്നെ ഐയെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഹൗ ആർ ദ ഐസ് പ്രൊട്ടക്റ്റഡ്? ഫസ്റ്റ് വൺ ഈസ് eye socket. Eyes are located in depressions in the skull. നമ്മുടെ ഈ തലയോടുള്ള കുഴികളിലാണ് കണ്ണിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഡിപ്രഷൻസ് ആർ കോൾഡ് ഐ സോക്കറ്റ്. ഐ സോക്കറ്റ് ആർ ദ ഡിപ്രഷൻസ് ഇൻ ദ സ്കൾ. ഐസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഐ സോക്കറ്റ്. ദെൻ ദീസ് ഐ ബോൾസ് ആർ ഫിക്സ്ഡ് ടു ദ eye socket or in the orbit with the help of certain external eye muscles.
There are mainly 3 pairs of eye muscles. These eye muscles fix the eyeballs in the orbit. Then eyebrow. ഇവിടെ പുരികം എന്ന് പറയുന്നതാണ്. ഐബ്രോ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഐബ്രോയുടെ റോൾ എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് സ്വെറ്റ് ആൻഡ് വാട്ടർ ഇൻ ടു ദ ഐസ്. കണ്ണിലേക്ക് ഈ മുകളിൽ നിന്ന് വിയർപ്പും അതിലെ വെള്ളവും ഒന്നും ഒഴുകി ഇറങ്ങാതെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഐബ്രോസ് അല്ലെ പുരികങ്ങളാണ്. ദെൻ ഐലാഷസ് ആൻഡ് ഐലിഡ്സ്. ഐലാഷസ് എന്ന് പറഞ്ഞാൽ കൺപീലികളാണ്. ഐലിഡ്സ് കൺപോളകൾ. ഇത് എൻട്രി ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ഇൻ ടു ദ ഐസ്. ഐലാഷസ് ആൻഡ് ഐലിഡ്സ്. Then conjunctiva. Conjunctiva, it is a membranous covering. It is secrete mucus which protect the anterior portion of eyeball from being dry. നമ്മുടെ കണ്ണ് എപ്പോഴും നമുക്കറിയാം മോയിസ്റ്റ് ആണ്. ഈ മോയിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് കൺജങ്ക്റ്റൈവയാണ്. അത് മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സെക്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ കണ്ണിനെ മോയിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. കൺജങ്ക്റ്റൈവ സെക്രേറ്റ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ഐബോൾ ഫ്രം ബീയിങ് ഡ്രൈ. ദ നെക്സ്റ്റ് വൺ ടിയേഴ്സ്, കണ്ണുനീര്. ഇറ്റ് ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഐബോൾ. നമ്മൾ വല്ലപ്പോഴൊക്കെ കരയുന്നത് നല്ലതാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകി പോകുമ്പം കണ്ണിലുള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഒഴുകി കണ്ണിനെ ക്ലീൻ ചെയ്യാൻ tears help you to clean and lubricate the anterior part of eyeball. And this tear contains an enzyme called lysozyme. Lysozyme എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ടിയറിൽ. ആ എൻസൈം ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. കണ്ണിൽ എൻ്റർ ചെയ്യുന്ന ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഈ ലൈസോസൈം ഹെൽപ്പ് ചെയ്യും. സോ ടിയേഴ്സ് ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഐബോൾ. Lysozyme, the enzyme present in tears, destroys germs that enter the eyes. അപ്പം ഐസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഐ സോക്കറ്റ്. Eyes are located in depressions in the skull, that is eye socket. Then external eye muscles, they fix the eyeballs in the orbit. Eyebrows prevent the flow of sweat and water into the eye. Eyelashes and eyelids prevent the entry of dust particles and small insects into the eye. Conjunctiva keep the anterior part of the eye moist by secreting mucus. And then tears, it clean and lubricate the anterior part of the eyeball. Lysozyme, the enzyme present in tears, destroys germs that enter the eyes. ഇങ്ങനത്തെയാണ് ഐയുടെ പ്രൊട്ടക്ഷൻ. ഇനി നമുക്ക് ഐയുടെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ ഓഫ് ഐ. ഈ പിക്ചറിൽ കാണുന്നത് ഐയുടെ സ്ട്രക്ചറാണ്. ഇതിന്റെ പാർട്സ്, അതിന്റെ പെക്യൂലിയാരിറ്റീസ്, ഫങ്ഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഐ ഹാസ് എ വോൾ. ദ വോൾ ഹാസ് 3 layers. The outermost layer, middle layer and the inner layer. Then the 3 layers of eye are sclera. First one is sclera. The outermost layer is sclera. It is white in color and it is formed of a connective tissue. Sclera is formed of a connective tissue and it gives firmness to the eye. കണ്ണിന് ദൃഢത കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ക്ലീറയുടെ ഫംഗ്ഷൻ. ഇതാണ് സ്ക്ലീറ. ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ ഐ വോൾ ഈസ് സ്ക്ലീറ. ദ ആന്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ ഈസ് projected and is transparent. ഈ സ്ക്ലീറയുടെ ആന്റീരിയർ പാർട്ട് ഇത് പ്രൊജക്റ്റഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ദിസ് ട്രാൻസ്പെറന്റ് പ്രൊജക്റ്റഡ് ആന്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ ഈസ് കോൾഡ് കോർണിയ. ദിസ് പാർട്ട് ഈസ് ദ കോർണിയ. കോർണിയ. The function of cornea is to refract light rays to focus on retina. വന്ന് കണ്ണിൽ വീഴുന്ന ലൈറ്റ് റേസിനെ ഈ റെറ്റിന എന്ന് പറയുന്ന ഇന്നർമോസ്റ്റ് ലെയർ ആണ്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോർണിയയുടെ ഫംഗ്ഷൻ.
Then here you can see a layer called conjunctiva. This is the conjunctiva. Conjunctiva. This layer cover and protect the front part of sclera except cornea. ഈ കോർണിയ ഒഴിച്ച് ബാക്കി ഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കൺജങ്ക്റ്റൈവയുടെ ഫംഗ്ഷൻ. അപ്പം the outermost layer of the eyeball is sclera. It is formed of connective tissue and it gives firmness to eyeball. Then the anterior transparent projected portion of sclera is called cornea, and the part of sclera covers and protected by conjunctiva except the region of cornea. Then the middle layer, this red color is the middle layer, that is called choroid. Choroid is the middle layer of eye wall. It contains a large number of blood vessels. ഇതിൽ ധാരാളം blood vessels ഉണ്ട്. So it give nourishment to eye tissues. eye tissuesന് nourishment കൊടുക്കുക എന്നുള്ളതാണ് ഈ കോറോയിഡിന്റെ ഫംഗ്ഷൻ. The part of choroid, ഈ കോറോയിഡ് എന്ന് പറയുന്ന ലെയറിന്റെ പാർട്ട് സീൻ ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയ്ക്ക് പുറകിലായിട്ട് കാണുന്ന ഈ പാർട്ടിനെ പറയുന്ന പേരാണ് ഐറിസ്. This is the iris. Two parts iris. Iris is the part of the choroid seen behind cornea. And this iris contain a pigment called melanin. ഐറിസിന് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ഐറിസിന് ഡാർക്ക് കളർ കൊടുക്കുന്നതാണ്. ഐറിസ് ഹാസ് ഡാർക്ക് കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെലാനിൻ പിഗ്മെന്റ്. അപ്പൊ നമുക്ക് ചില ആളുകളുടെ കണ്ണില് നമ്മുടെ കൃഷ്ണമണി ഈ ബ്ലാക്ക് കളറിന് പകരം പൂച്ചക്കണ്ണെന്ന് പറയും. നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കത്തില്ല. അവർക്ക് ഈ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പൂച്ചക്കണ്ണെന്ന് പറയുന്ന ആ പ്രത്യേകത ഉണ്ടാകുന്നത്. ദെൻ ദ അപ്പർച്ചർ, യു ക്യാൻ സീ an aperture here at the center of the iris. This aperture or opening is called a pupil. This is the pupil. The aperture at the center of the iris is the pupil. The size of this aperture increases and decreases depending on the intensity of light. ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഈ അപ്പർച്ചറിന്റെ വലിപ്പം, അതായത് പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. Then the innermost layer, that is retina. Retina. Retina is the innermost layer of eye wall which contain photoreceptors. നമ്മൾ പറഞ്ഞു സെൻസ് ഓർഗൻസിന് റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലൈറ്റിനെ റിസീവ് ചെയ്യാനുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നത് ഈ ഇന്നർ ലെയർ റെറ്റിനയിലാണ്. ദ പാർട്ട് ഓഫ് റെറ്റിന വെർ പ്ലെന്റി ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ്. ഈ റെറ്റിനയില് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ധാരാളം ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്ന ഭാഗമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് യെല്ലോ സ്പോട്ട്. ദിസ് റീജിയൻ ഇസ് ദ യെല്ലോ സ്പോട്ട് where a large number of photoreceptors are seen. It is a point of maximum visual clarity. Visual clarity, maximum, നല്ല കാഴ്ച ശക്തി ഉള്ള ഭാഗമാണ് ഈ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെ ധാരാളം ഫോട്ടോറിസപ്റ്റേഴ്സ് ആണ്. Then another one, this region. This is the blind spot. The part of retina from where optic nerve originates. This is the blind spot. Blind spot from where optic nerve originates. This is the optic nerve. Optic nerve originates from blind spot. Here there are no photoreceptors. Then the lens. This is the lens. Eye has a convex lens. Elastic
transparent convex lens is present in the eye. It is connected to the ciliary muscles. Here there are ciliary muscles. The ciliary muscles-ലോട് കണക്ട് ചെയ്തിരിക്കുന്നത് ligaments എന്ന് പറയുന്ന thread-like structures കൊണ്ടാണ്. അപ്പോൾ ലെൻസ് is an elastic transparent one. It is convex. It is connected to the ciliary muscles with the help of thread-like ligaments. These are the ligaments. Then ciliary muscles. Here you can see ciliary muscles. They are circular muscles seen around the lens. ലെൻസിന് ചുറ്റും കാണപ്പെടുന്ന സർക്കുലാർ മസിൽസ്. ആ സർക്കുലാർ മസിൽസിന്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ കൊണ്ട് ഈ ലെൻസിന്റെ കർവേച്ചർ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. The curvature of the lens can be increased or decreased due to the contraction and relaxation of these circular muscles or ciliary muscles. Then you can see a chamber in front of the lens behind the cornea and another chamber behind the lens. The chamber that is seen in front of the lens is called aqueous chamber. This is the aqueous chamber. It is filled with a fluid called aqueous humor. Aqueous chamber filled with a fluid called aqueous humor. It is a watery fluid. It is formed from blood and the function of aqueous humor is to provide nourishment to the tissues. Then this is the vitreous chamber. The chamber seen behind the lens is the vitreous chamber. It also contains a jelly-like fluid and it gives firmness to the eye ball. ഐ ബോളിന് നേത്രഗോളത്തിന് നല്ല ഉറപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വിട്രിയസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ. വിട്രിയസ് ചേംബർ. Vitreous chamber. This is the vitreous chamber. It is filled with a fluid called vitreous humor, and this vitreous humor maintain the shape of the eyeball. These are the parts, peculiarities and functions of the eye. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്നൂടെ നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന്? Sense organs and receptors, the different ways of protecting eyes, the structure of eye, the parts and functions of eye. ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നല്ല രീതിയിൽ വീഡിയോ ശരിക്കും കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. നോട്ട്സ് കുറിച്ച് വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യുക. ഓക്കെ, അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.